അതെ, ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കിട്ടോ. ഞാൻ ഉണ്ടാക്കിയ മുട്ടക്കറി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാലോ? പറയണത് എങ്ങനെയാ അത് ശരിയല്ല, അങ്ങോട്ട് കാണിച്ചു തരാം. അന്ന് പോന്നോളൂ. ആദ്യമായി സവാള അരിഞ്ഞത്, പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞു, പിന്നെ ഇഞ്ചി അരിഞ്ഞു. ഇഞ്ചി ഇതിന് മാത്രം അരിഞ്ഞപ്പോഴാണ് അമ്മ ചോദിച്ചത്, ഇതെന്താണ് ഇഞ്ചിക്കറിയാണോ വെക്കണേന്ന്. ഇത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഇഞ്ചി അങ്ങോട്ട് മാറ്റി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയെല്ലാം അരിഞ്ഞു പെറുക്കി നേരെ ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുപോയി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞു, മുട്ടക്കറി ഉണ്ടാക്കാൻ ഇവിടെ പറ്റത്തില്ല, ഇവിടെ ഗ്യാസ് ഇല്ല, പുറത്ത് അടുപ്പ് കൂട്ടി അവിടെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അമ്മ ഗ്യാസ് തരില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ പുറത്ത് അടുപ്പ് കൂട്ടി അവിടെയാണ് ഗൈസ് ഇതാ നമ്മുടെ ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എങ്ങനെ ഈ മുട്ടക്കറി ഉണ്ടാക്കിയെന്നൊന്ന് പറയട്ടെ. ഞാൻ ആദ്യം ഉരുളി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കിനും സവാള, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കാശ്മീർ മുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇതെല്ലാം ഒന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇതൊന്ന് ഒരു ബ്രൗൺ കളറായി വന്നപ്പോഴേക്കിനും അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിങ്ങനെ വരും, അതായത് എണ്ണയൊക്കെ ഒന്ന് പൊങ്ങി എണ്ണയൊന്ന് തെളിഞ്ഞു വന്ന പരുവം. ഇനി നമ്മൾ ഈ മുട്ട പുഴുങ്ങി വെച്ചേക്കുന്നത് ഇനി ഇതൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം വേണം ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ. ദേ ഇത്രയേ ഉള്ളൂ മുട്ടക്കറി, ഇവിടെ കഴിഞ്ഞു. ഞാനും ഉണ്ടാക്കി മുട്ടക്കറി. ഈ അവസാനം വിതർന്നതേ അന്നേരമാണ് അമ്മ പറഞ്ഞത്, ഉരുളൻ വേവിച്ച് അതിൻ്റെ അകത്ത് ഇട്ടാൽ ചോറിനുള്ള നല്ലൊരു കറിയാവുമെന്ന്. അമ്മ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ഉരുളൻ വേവിച്ചു, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടാത്തവർക്ക് വേണ്ടാന്നേ, അത്രേ ഉള്ളൂ. നമ്മളും ഉണ്ടാക്കി മുട്ടക്കറി. അല്ല പിന്നെ